ഒരു ഇന്റർനാഷണൽ സ്റ്റുഡന്റ് ഫസ്റ്റ് ഒരു രാജ്യത്ത് ലാൻഡ് ചെയ്തതിന് ശേഷം ചെയ്യേണ്ട കാര്യങ്ങൾ, സ്പെഷ്യലി കരിയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് ഞാൻ പറയുന്നത്. എന്ത് ചെയ്യണം എന്നുള്ളത് കേട്ടോ. സ്പെഷ്യലി പല ആളുകളും സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാർട്ട് ടൈം നല്ലതുപോലെ റാൻഡംലി അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും, അല്ലെ അതിനുവേണ്ടി നല്ലതുപോലെ എഫേർട്ട് എടുക്കും. മറന്നു പോവരുത്, നിങ്ങളുടെ വന്നിട്ടുള്ളത് പാർട്ട് ടൈം ചെയ്യാൻ വേണ്ടിയിട്ടല്ല. അപ്പൊ ആ സമയം ശ്രദ്ധിക്കേണ്ട കാര്യം, നല്ലതുപോലെ നെറ്റ്വർക്കിംഗ് ബിൽഡ് ചെയ്യാം. ഞാനിപ്പോ ഒരു ആർട്ടിക്കിൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ, ചെറിയ ഗ്യാപ്പിൽ ഒരു 10-50 ലൈനിലൊരു ആർട്ടിക്കിൾ. അതിൽ പറയുന്നുള്ളത് നെറ്റ്വർക്കിംഗ് ഭയങ്കര ഇമ്പാക്ട് ചെയ്യുന്നുണ്ട് ഇപ്പോഴത്തെ കാലത്ത് അബ്രോഡ് ജോബിലോട്ട് അല്ലെങ്കിൽ പുതിയ ഓപ്പർച്യൂണിറ്റി എത്തുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് അവിടെ ലോക്കൽ നെറ്റ്വർക്ക്സ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇവന്റുകൾക്ക് അറ്റൻഡ് ചെയ്യാം, അതല്ലെങ്കിൽ ലിങ്ക്ഡിൻ ത്രൂ ഉള്ള കമ്മ്യൂണിറ്റികളിലൂടെ നിങ്ങൾക്ക് പല ആളുകളെ പരിചയപ്പെടാം. ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളെ റൂമിലുള്ള ആളുകളായിരിക്കരുത് നിങ്ങൾക്ക് എക്സ്ട്രീം നിങ്ങളെല്ലാം എന്നുള്ളത് നിങ്ങൾ ആദ്യം മൈൻഡ് മാറ്റിയെടുക്കണം. നിങ്ങൾ പുറത്ത് നിങ്ങൾ ഇതുവരെ കാണാത്ത ആളുകളെ പോയിട്ട് മീറ്റ് ചെയ്യുക, സംസാരിക്കാം. ഇവിടെ നിങ്ങൾ ഇന്റർവ്യൂവിന് പോയെന്ന സമയത്ത് പോലും അവിടെ കാണുന്ന ആളുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, നമ്പറൊക്കെ എക്സ്ചേഞ്ച് ചെയ്യാം. അവരപ്പോൾ തന്നെ ലിങ്ക്ഡിൽ കണക്ട് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിലുള്ള കണക്ട്, ലിങ്ക്ഡിൽ കണക്ട് ചെയ്യാം. കണക്ട് ചെയ്യുന്ന സമയത്ത് മേ ബി നിങ്ങൾ HR അടുത്ത് പോയി കഴിഞ്ഞാൽ പോലും നിങ്ങൾ അവർ ലിങ്ക്ഡിനുമായിട്ട് അവിടെ കണക്ട് ചെയ്തിട്ട് നിങ്ങൾ കൊണ്ടുവരുന്നുള്ള ചേഞ്ച്, നിങ്ങളെ അപ്ഗ്രേഡ് അല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന കോഴ്സ് കാര്യങ്ങളെ കുറിച്ചുള്ള അപ്ഡേറ്റ്സുകൾ ലിങ്ക്ഡിൻ ത്രൂ ഷെയർ ചെയ്ത് കൊടുക്കുക. അതൊക്കെ നിങ്ങളുടെ ചേഞ്ചസുകളെ, നിങ്ങളുടെ അപ്സ്കില്ലിങ്ങൾ മറ്റു ആളുകൾക്ക് ഈസി ആയിട്ട് കാണാനും അത് ത്രൂ നമുക്കൊരു നിങ്ങൾ ആരാണെന്നുള്ള കൺവേ ചെയ്യാനും കുറച്ച് ഈസി ആയിരിക്കും. ഇതിന് അടുത്തൊരു കാര്യം എന്ന് പറയുന്നുള്ളത്, ആ രാജ്യത്തിന് എന്തെങ്കിലും ആവശ്യമുള്ള അപ്സ്കില്ലിങ്, മേ ബി ജർമ്മനിലാണ് ജർമ്മൻ ലാംഗ്വേജസ്, ഇനി മറ്റു രാജ്യങ്ങളിലാണെങ്കിൽ അതുമായി നിങ്ങൾ പഠിക്കാൻ വന്നുള്ള കോഴ്സുമായി ബന്ധപ്പെട്ടുള്ള പല കോഴ്സുകൾ, ഷോർട്ട് ടൈം കോഴ്സുകൾ കിട്ടും. ഫോർ എക്സാമ്പിൾ ഞങ്ങൾ തന്നെ ഇപ്പം കൊളാബറേറ്റ് ചെയ്ത മൾട്ടിപ്പിൾ സ്കോട്ടിഷ് വർക്ക് ഫോഴ്സ് ഒത്തിരി കമ്പനികൾ, ഒത്തിരി കോഴ്സ് പ്രൊവൈഡേഴ്സ് ഉണ്ട്. അവരുമായി ബന്ധപ്പെട്ടുള്ള CPT കോഴ്സുകൾ അല്ലെങ്കിൽ അപ്സ്കില്ലിംഗ് കോഴ്സുകളൊക്കെ എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യുക. ഫ്രീ ആയിട്ട് കിട്ടും, ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യുക. പാരലലി നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യുക, നിങ്ങൾ അപ്സ്കിൽ ചെയ്തുകൊണ്ടേ ഇരിക്കുക. മേ ബി നിങ്ങൾ അതായിരിക്കും എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾ ജോബ് സീക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു അസറ്റ് ആയിട്ട് വരാനുള്ള സാധ്യത കൂടുതൽ എന്ന് പറയുന്നത്. ഒരിക്കലും ഒരാളും പാർട്ട് ടൈമിൽ മാത്രം ഫോക്കസ്ഡ് ആവരുത്.